പ്രവാചകൻ്റെ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. എന്തെന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ പ്രവാചകൻ്റെ കാലത്തും ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു. അന്ന് 3 വർഷവും 6 മാസവും ആകാശത്ത് അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ സീദോനും സറപ്തായിലും ഒരു വിധവയുടെ അടുക്കലല്ലാതെ മറ്റൊരടുക്കലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല. എലീശ പ്രവാചകൻ്റെ കാലത്തും ഇസ്രായേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരിൽ സിറാക്കാരിയനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖപ്പെട്ടില്ല. അത് കേട്ടപ്പോൾ സിനഗോഗയിൽ ഉണ്ടായിരുന്നവർ എല്ലാവരും കോപാകുലരായി. അവർ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി അങ്ങോട്ട് പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ താഴെ തള്ളിയിടാനായി പോവുകയായിരുന്നു. എൻ്റെ ബഹുമാനമുള്ള ലിയ 14 മാർപ്പാപ്പ, എൻ്റെ ബഹുമാനമുള്ള എല്ലാ ജില്ലയിലെ പിതാക്കന്മാരുമേ, സഭ ഒന്നായിരിക്കണം. സഭയ്ക്ക് ധൈര്യമായിരിക്കണം. അതിനു വേണ്ടിയാണ് അമ്മ ഓരോ കാര്യങ്ങളും അമ്മ പറയണം. സഭയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. അമ്മയ്ക്ക് പ്രവാചകയായിരുന്ന അമ്മയ്ക്ക് ഇവിടെ ഒരു വിലയുമില്ല. അത് അവഗണിക്കപ്പെടുന്ന അത് എല്ലാ പ്രവാചകർക്കും അതാണ്. ഈ ബൈബിളിൽ വായിക്കും പോലെ അത് സത്യമായിരുന്നു. അതുപോലെ തന്നെ അമ്മയ്ക്ക് ആ അവഗണന. അതുകൊണ്ട് അമ്മ ഒരിക്കലും പ്രവാചകയായിട്ട് ഇരിക്കുകയില്ല. അമ്മ എൻ്റെ നാട്ടിലെല്ലാ മക്കൾക്ക് വേണ്ടിയും, പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി, ഒരുപടി അന്നത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്ന ഒരമ്മയായി തീരും. അമ്മ പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അമ്മ പ്രവചിക്കുന്ന അമ്മയല്ല. സഭയ്ക്ക് ധൈര്യം, അതിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള ഒരമ്മയായിട്ട് അമ്മ തീരും. അമ്മ പ്രവാചകയല്ല. അമ്മ പ്രവാചകയായാൽ അമ്മയ്ക്ക് അവഗണനയാണ്. അമ്മയുടെ സ്വന്തം നാട്ടിൽ അത് തീരെ ഒരു അവഗണന. എന്ന് വെച്ചാൽ ഓരോരുത്തർ തെറ്റായിട്ടുള്ള ഇത് മൂക്കിൽ കൈപൊത്തണു, നാറ്റോന്ന്. ഒരു പാർട്ടിക്കാരി എന്നെ കണ്ടപ്പോൾ മൂക്കിൽ കൈപൊത്തണു, നാറ്റോന്ന്. അവൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു പാർട്ടിക്കാരി ഏറ്റവും കൂടുതൽ മോശമായി ഭർത്താവിനെ വരെ ഉപേക്ഷിച്ച് വേറെ ഇതിൽ ആണുങ്ങളോട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 2500 രൂപ വാങ്ങിച്ചിട്ട് പോയി, ഇതുവരെയ്ക്കും തന്നില്ല, വർഷങ്ങൾ കുറേ ആയി. അപ്പോൾ അത് അങ്ങനെയൊക്കെ പാർട്ടിക്കാർ പൈസ, പിന്നെ പാവങ്ങളെ പൈസ ഒത്തിരി പേര് അവർ ഇതിൽ കൂടിയൊക്കെ വരണമുണ്ട്. സ്ത്രീ, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, ലോക അന്താരാഷ്ട്ര സ്ത്രീ, ഇന്നലെ എനിക്കത് പറയാൻ പറ്റുമില്ല. ഒരിക്കലും സ്ത്രീയിലും മോശമായ ആൾക്കാരും വ്യക്തികളും ഉണ്ട് മക്കളെ. പാർട്ടിയിൽ നിന്നും കൊണ്ട് അവർ തന്നെ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ അത് ഒരു അവഹേളന. അടുത്തവരെ കാണുമ്പോൾ അവർക്ക് എന്ത് വേണോ ചോദിച്ച് പാവങ്ങളെ പണം വാങ്ങിച്ച് തിന്നാം. പക്ഷേ ബാക്കിയുള്ളവർക്ക് സഭ, നമുക്കാണ് അതാണ് അധികാരം. എന്ന് വെച്ചാൽ സഭയിലുള്ള നമുക്ക് പാവങ്ങൾക്ക് സഹായിക്കണം. വൈദ്യരിൽ കൂടിയും പിതാവിൽ കൂടിയൊക്കെ നമ്മളെ കത്തോലിക്ക സഭയിൽ ഒരുപാട് വീടുകളിലൊക്കെ രോഗികളായി കഴിയും. അവർക്കൊക്കെ ആഹാരം കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ നമ്മൾ അമ്മയ്ക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വൈദ്യരിൽ കൂടി പിതാവിൽ കൂടി ഒക്കെ കൊടുത്താലേ അത് അനുഗ്രഹമായി തീരുമോ മക്കൾ. അതുകൊണ്ട് എല്ലാ മക്കളും കരുണയുടെ സഹായം ഇതിൽ കൂടി എൻ്റെ മക്കൾ ചെയ്യുക. അല്ല പാർട്ടിക്കാർക്കല്ല ചെയ്യാനുള്ളത്. ഒരുപടി ആഹാരം എല്ലാവരും നമ്മളെ കത്തോലിക്ക സഭയിലുള്ളവരാണ് കൂടുതൽ ഈ പാർട്ടിക്കാർ ആഹാരം വാങ്ങിച്ചിട്ട് പോകണം. ഇവിടെ നമ്മളെ മക്കൾ കത്തോലിക്കരായ പാവങ്ങൾ വീടുകളിൽ കിടന്ന് ആഹാരമില്ലാതെ ബുദ്ധിമുട്ടണം. ഒത്തിരി ഒരുപാട് ആഹാരം ഇല്ലാതെ ഒരുപാട് ആൾക്കാർ രോഗികളായിട്ട് കിടന്ന് വിഷമിക്കുകയാണ്. ജോലി ചെയ്യാൻ പറ്റാതെ. അല്ലാതെ പാവങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ ജീവിക്കാൻ നിവർത്തിയില്ല, പാവങ്ങളായി പോവുകയാണ്. മാനസിക രോഗികൾ, അങ്ങനെയൊക്കെ ഒത്തിരി വിഷമങ്ങൾ അനുഭവിക്കണം നമ്മുടെ നാട്ടിൽ ഓരോ മക്കളും. ചില മക്കളെ അതുകൊണ്ട് കരുണയുടെ സഹായം എല്ലാ മക്കളും ഇതിൽ കൂടെ ചെയ്യുക. അല്ലാതെ പാർട്ടിക്കാർക്കും അവർക്കും എല്ലാം ചെയ്യാനുള്ളത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് വഴി നിങ്ങൾ ചെയ്യുക. ഇവിടെ തന്നെ ഒരു പാർട്ടിക്കാർ എങ്ങനെയാണ് പാവങ്ങളെ നോക്കണേന്ന് നിങ്ങൾക്ക് അറിയണം. അവർ പാവപ്പെട്ടവർ കിടക്കുമ്പോൾ അവർ ആൾ കൊണ്ടുവന്ന് വൃത്തിയാക്കിയെല്ലാം ചെയ്യും. എന്നിട്ട് മക്കളെ നിന്ന് എല്ലാ പൈസയും പിടിച്ച് വാങ്ങിക്കും. ഈ ഫോട്ടോ എല്ലാം എടുത്ത് അവർ നാടെല്ലാം അയച്ചു കൊടുക്കും. അവർ പാവങ്ങളെ നോക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയിട്ട് ആ പണങ്ങളെല്ലാം അവർ തിന്നും. അവർ പാവപ്പെട്ടവരെ നോക്കണമെന്ന് പറഞ്ഞ് അവരെ മക്കളെ നിന്ന് കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. പഞ്ചായത്തുകാർ അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവർ പൈസ കൊടുക്കും. ആ പഞ്ചായത്തിൽ നിന്നുള്ളവരാണ് ഇതിൽ ഗ്യാങ്ങായി പോയി അവർ എല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ട് പണം അവർ ഫോട്ടോ എടുത്ത് വെച്ച് പിന്നെ ആൾക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചില്ല. അപ്പോൾ ഇതൊക്കെ പള്ളിയുടെ പേര് പറഞ്ഞൊക്കെയാണ് വാങ്ങിക്കുന്നത്. നമ്മളെ പള്ളിയിൽ വര പോലും ചെയ്യാത്തവർ പാർട്ടിക്കാരിൽ. ഇന്നലെ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ ഇതിൽ ഫംഗ്ഷനിൽ വലിയൊരു ഇതുണ്ടായിരുന്നു. എത്ര പേരെ ഫോട്ടോ ഉണ്ടായിരുന്നു പാർട്ടിക്കാരെ? ഇല്ല, കൂടുതൽ ആരെയും ഇല്ല. അമ്മ കുറച്ച് പേരേ ഉള്ളതുണ്ട്. അപ്പോൾ അത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇല്ലാത്തവരാണ് ഇതിലൊക്കെ വാങ്ങിച്ച് തിന്ന് പാവങ്ങളെ പേര് പറഞ്ഞ് വാങ്ങിച്ച് തിന്നണം മക്കൾ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കത്തോലിക്ക സഭയായിരിക്കണം. നമ്മൾ ഒരിക്കലും പാവങ്ങളെ പൈസ ഒരിക്കലും വേറെ ഒരു വഴിയിൽ പോകാൻ പാടില്ല. എല്ലാ മക്കളും അമ്മയുടെ കൈത്താങ്ങ് വഴി അമ്മയ്ക്ക് തരിക. അമ്മ ഇനി പ്രാർത്ഥനയാണ്. ഇനി എൻ്റെ മക്കൾക്ക് വേണ്ടി ഗൾഫിരിക്കുന്ന മക്കൾ, ഓരോ മക്കൾ കഷ്ടങ്ങൾ അനുഭവിക്കുകയാണ്. എല്ലാ മക്കളും ധൈര്യമായിരിക്കുക, എല്ലാ മക്കളും സന്തോഷമായിരിക്കുക, എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ആ കുടുംബം നിങ്ങൾ സ്നേഹിക്കുക. ദൈവം നമുക്ക് പരീക്ഷണത്തെ ദൈവം നമുക്ക് വേണ്ടിയാണ് ക്രൂശിലേറ്റിയത്, നമുക്ക് വേണ്ടിയാണ് സഹിച്ചത്, നമുക്ക് വേണ്ടിയാണ് വേദന അനുഭവിച്ചത്. അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ സഹനങ്ങൾ നമുക്ക് സഹിക്കാം മക്കളെ. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അതെല്ലാം തീരും.
സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. എൻ്റെ ചില മക്കളെ, എല്ലാ മക്കളും രോഗിയായിരിക്കണം മക്കൾക്ക്, എല്ലാ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ചില മക്കളെ നിങ്ങൾ ധൈര്യമായിരിക്കുക. എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇന്നലെ ഒരു വഴക്കുകൾ ഓടിപ്പോയി നോക്കിയപ്പോൾ പൈസ ഒരു യുവജനം കൊച്ച് യുവജനം അവൻ പൈസയും കൊടുത്തിട്ട് അടി വയ്ക്കുകയാണ്, അവിടെ കൊടുക്കണില്ല പൈസ കിട്ടണം. അപ്പോൾ ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ കുറേ കഴിയുമ്പോൾ പ്രശ്നം തീർന്നു. ഞാൻ പോയപ്പോൾ അവർ പേടിച്ച് യൂട്യൂബിൽ ഇതൊക്കെ ഇടും എന്നുള്ള ഒരു പേടിയുണ്ട്. അതിന് പേടിയുണ്ട് അവർക്ക്. പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാൻ ആർക്കും കൊടുക്കാൻ മടി മക്കളെ. അപ്പോൾ ഇത്രയും യുവജനം, അവന് 2 കൊച്ചു മക്കളുണ്ട്, പണം കൊടുത്തില്ലെങ്കിൽ അവൻ എവിടെ നിന്നിടും? എൻ്റെ ചില മക്കൾ, ഇതാണ് നാട്, ഇന്നത്തെ നാട് എൻ്റെ ചില മക്കൾ. അതുകൊണ്ട് കരുണയുടെ സഹായം എല്ലാ മക്കളും സത്യസന്ധമായി അമ്മ ഇവിടെ കാണുന്ന എല്ലാം പറയും. ഒരു വൈദ്യം തെറ്റ് ചെയ്താൽ അമ്മ പറയും. എല്ലാവരും ഒരു ആദ്യ കുർബാന വായിൽ സ്വീകരിച്ച് ദൈവത്തെ സ്വീകരിച്ചിട്ട് വരണവർ ഈ പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച അങ്ങനെ എന്നെ ഒരാൾ ചവിട്ടി അത്രയ്ക്ക് ഉരുട്ടി മക്കളെ. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇറച്ചി വെട്ടുന്ന ഒരു മൃഗത്തിന് പോലും ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്ന് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അഴുക്ക രീതിയിലാണ് കൈ കാണിച്ചുകൊണ്ട് പോകുന്നത് വെച്ചിട്ട്. ഈ കുർബാന എടുത്തിട്ട് എങ്ങനെ മക്കളെ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയുള്ള നമുക്കെല്ലാ ശരീരം അഴുക്കയെല്ലാം നമ്മളെ ശരീരത്തിലുള്ളതാണ്, എല്ലാം നല്ലതും ചീത്തയല്ല. അവിടെയൊക്കെ നമ്മൾ കൈ വെച്ച് കാണിച്ചിട്ട് പോയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത്രയ്ക്ക് മോശമായ ആൾക്കാരാണ് നമുക്കിവിടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഇനി അമ്മ പ്രാർത്ഥിക്കാനാണ് പോണത്. അത്രയ്ക്ക് എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാരെന്ന് പറയുന്നത് ഭർത്താവിന് അകറ്റുന്നത്. അവൾ ഭർത്താവുമായി ചെയ്യാൻ ജീവിക്കട്ടെ, വേറെ ഉള്ള തെറ്റിൻ്റെ രീതിയിൽ പോകണം. അങ്ങനെ ഉള്ളവരാണ് പാർട്ടിയിൽ നിന്ന് ഈ പണമെല്ലാം വാങ്ങിച്ച് തിന്നണ മക്കൾ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പാർട്ടിക്കാർ ചോദിച്ച പാവങ്ങളെ പൈസ അവരിൽ കൂടെ കൊടുക്കണ്ട. കത്തോലിക്ക സഭ നമ്മൾ ഒന്നായി നിന്ന് ഈ അമ്മ വഴി നിങ്ങളെല്ലാ സഹായം ചെയ്യുക. വൈദികരിൽ കൂടി എല്ലാ സഭയിലെ പിതാക്കന്മാർ പിതാവ് ഒക്കെ അവർക്ക് ഈ പൈസകൾ 4 വാക്ക നമുക്ക് സാമ്പത്തികമായി എല്ലാം ഉണ്ട്. പക്ഷേ ആ പണം 4 വാക്ക വേറെയുള്ള ആൾക്കാരാണ് തിന്ന്, അത് വേറെ ആൾക്കാരാണ് തിന്ന് അവരാണ് വളരണം. അപ്പോൾ അതുകൊണ്ട് നമുക്കതെല്ലാം ഒന്ന് തടയിടേണ്ടിയുണ്ട്, ഇല്ലേ? ഇടണം. നമ്മളെല്ലാ മക്കളും സത്യസന്ധമായി കത്തോലിക്ക സഭയ്ക്ക് കൈ തരിക. എല്ലാ മക്കളും ഒരുപടി ആഹാരത്തിൻ്റെ അന്നത്തിൻ്റെ പൈസ എല്ലാം അമ്മയുടെ യൂട്യൂബ് വഴി നിങ്ങൾ ചെയ്യുക മക്കളെ. ചെയ്തേ പറ്റൂ മക്കളെ. നാടിന് രക്ഷ, നമുക്ക് കത്തോലിക്ക സഭയ്ക്ക് വളർച്ച, നമുക്ക് രക്ഷ, നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. ഇതിപ്പോൾ പണമില്ലാന്ന് കൈ നീട്ടിക്കൊണ്ടിരുന്ന് നമുക്കാരെയും തരുമോ? അപ്പോഴേ ചോദിച്ചാൽ തരുമോ? ഇല്ല മക്കളെ. പാവങ്ങളെ പൈസ വരട്ടെ, പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ, അന്നങ്ങൾ കൊടുക്കുവാൻ, വേറൊരു പ്രസ്താവനകൾ വളരാതിരിക്കുവാൻ നമുക്ക്. എൻ്റെ ചില മക്കളെ, നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാം സന്തോഷമുള്ള മക്കളായിരിക്കണം, കരുണയുള്ള മക്കളായിരിക്കണം. ദൈവത്തിൻ്റെ കൂടെ കരുണയായിരിക്കും മക്കളെ. ദൈവം നമുക്ക് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ സഹായങ്ങളെല്ലാം നമ്മളെ ഇതിലോട്ട് വരട്ടെ മക്കളെ. എൻ്റെ ചില മക്കളെ, നിങ്ങളെല്ലാം അതിനു വേണ്ടി ഒരുങ്ങണം. നാട് മൊത്തം അതിനു വേണ്ടി ഒരുങ്ങണം. എൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വരും. ഗൾഫിലുള്ള മക്കളെ പ്രശ്നങ്ങളെല്ലാം മാറും. എൻ്റെ ചില മക്കൾ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വരട്ടെ. എൻ്റെ ചില മക്കൾ അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എല്ലാ മക്കളും, ഇവിടെയുള്ള യുവജനങ്ങളും എല്ലാ മക്കളും നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അമ്മയ്ക്കിന്ന് ഒരു യാത്രയുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്ക് കൂടുതൽ സമയവുമില്ല സംസാരിക്കാം. അമ്മ നാളെ ഇനി സംസാരിക്കാം. എൻ്റെ ചില മക്കളെ നാളെ തൊട്ട് ഇനി അമ്മ കൂടുതൽ സംസാരിക്കില്ല, പ്രാർത്ഥനയായിരിക്കും. ചില മക്കളെ അമ്മ നിർത്തുകയാണ്.